AK-47 മലപ്പുറം കത്തി അമ്പും ബില്ലും എന്നൊക്കെ പറഞ്ഞാണ് സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നത്. സുധാകരനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് KC വേണുഗോപാലുമാണ്. ആദ്യം തന്നെ സുധാകരൻ പ്രഖ്യാപിച്ചു കോൺഗ്രസിനെ കേഡർ പാർട്ടിയാക്കും. മാർക്സിസ്റ്റ് പാർട്ടിയെ പോലെ കേഡർ പാർട്ടിയാക്കി കോൺഗ്രസിനെ മാറ്റുമെന്ന് സുധാകരൻ പറഞ്ഞു. പിന്നീട് സുധാകരൻ പറഞ്ഞു സെമി കേഡർ പാർട്ടിയാക്കും. അതിനിടയിൽ തന്നെ സുധാകരനെ വളഞ്ഞിട്ട് ആക്രമിച്ചു തുടങ്ങി കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾ. സുധാകരന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അടുത്ത വാഗ്ദാനം ജയ്ഹിന്ദ് ചാനൽ, കോൺഗ്രസിനൊരു ചാനലുണ്ട് ജയ്ഹിന്ദ്. ആ ജയ്ഹിന്ദ് ചാനൽ മുടങ്ങിക്കിടക്കുന്ന ശമ്പളം കൊടുക്കുമെന്നായിരുന്നു. മുടങ്ങിയ ശമ്പളവും അലവൻസും ഒക്കെ കൊടുക്കുമെന്നായിരുന്നു. കൊടുത്തില്ല. വീക്ഷണം പത്രത്തിന്റെ സർക്കുലേഷൻ കൂട്ടുമെന്നായിരുന്നു. കൂട്ടിയില്ല. ഒടുവിൽ കുമ്പക്കുടി സുധാകരൻ എന്ന സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നു. പകരം 6 പേരുകൾ. 6 പേരുകളിൽ ഏറ്റവും മുമ്പിൽ ശശി തരൂറും ബെന്നി ബെഹന്നാനും. ഹൈക്കമാൻഡ് പച്ചക്കൊടി കാണിച്ചിരിക്കുന്നു സുധാകരനെ മാറ്റാൻ. അപകടം മണത്തറിഞ്ഞ സുധാകരൻ താൻ KPCC അധ്യക്ഷ സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചിരിക്കുന്നു. ഇപ്പോൾ കണ്ണൂരിൽ നിന്നുള്ള MP ആണ് സുധാകരൻ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ MV ജയരാജനെയാണ് സുധാകരൻ പരാജയപ്പെടുത്തിയത്. സുധാകരന്റെ ജീവിതം എന്നും വിവാദം നിറഞ്ഞ ജീവിതമാണ്. കണ്ണൂരിലെ നടാലിലാണ് അദ്ദേഹം ജനിച്ചത്. അച്ഛൻ രാമുണ്ണി, അമ്മ മാധവി. തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും LLBയും ഒക്കെ നേടി അദ്ദേഹം. കുമ്പക്കുടി സുധാകരനാണ് സുധാകരനായി പിന്നീട് മാറിയത്. സുധാകരൻ കണ്ണൂരിലെ പരമോന്നത നേതാവായി മാറി. കണ്ണൂരിലെ പരമോന്നത നേതാവായി മാറി കോൺഗ്രസിന്റെ. ആ കാലത്താണ് സുധാകരൻ കോൺഗ്രസുകാർക്ക് ഗർജിക്കുന്ന സിംഹമായി മാറുന്നത്. CPMും കോൺഗ്രസും നിരന്തരം സംഘർഷത്തിലേർപ്പെട്ട കാലം കൂടിയായിരുന്നു അത്. നാൽപ്പാടി വാസുവിനെ സുധാകരന്റെ ഗൺമാൻ, CPM പ്രവർത്തകനായ നാൽപ്പാടി വാസുവിനെ സുധാകരന്റെ ഗൺമാൻ വെടിവെച്ച് കൊന്നത് വലിയ വാദമായി മാറി. നാൽപ്പാടി വാസുവിനെ വെടിവെച്ച് കൊന്ന ശേഷം തൊട്ടടുത്ത ജംഗ്ഷനിൽ നടക്കുന്ന കോൺഗ്രസ് യോഗത്തിൽ വെച്ച് ഒരുത്തൻ അവിടെ ചത്ത് കിടപ്പുണ്ട് എന്ന് പറഞ്ഞ സുധാകരൻ കോൺഗ്രസുകാരുടെ മനസ്സിൽ ഹീറോയായി മാറി. CPM നേതാവ് EP ജയരാജനെ ട്രെയിനിൽ വെച്ച് വധിക്കാൻ ശ്രമിച്ചതിൽ സുധാകരന് പങ്കുണ്ടെന്ന് EP ജയരാജനും CPMും ആരോപിച്ചു. വിക്രം ചാലിൽ ശശി എന്ന വാടക ഗുണ്ടയെ കൊണ്ടാണ് സുധാകരൻ EP വെടിവെക്കാൻ കൊട്ടേഷൻ കൊടുത്തു. വിക്രം ചാലിൽ ശശിയെ പിന്നീട് CPMുകാർ വെട്ടിക്കൊന്നു. സുധാകരൻ പലപ്പോഴും CPMന്റെ ആക്രമണങ്ങളിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടിട്ടുണ്ട്. രക്ഷപ്പെടുമ്പോഴൊക്കെ വർദ്ധിച്ച കരുത്തോടെ സുധാകരൻ തിരിച്ചു വരുന്ന കാഴ്ചയുമുണ്ട്. കോൺഗ്രസിൽ അനിഷേധ്യമായ സ്ഥാനം സുധാകരന് ഉണ്ടായിരുന്നു. കണ്ണൂരിലെ DCC അധ്യക്ഷൻ എന്ന നിലയിൽ. കണ്ണൂരിൽ അദ്ദേഹം DCC അധ്യക്ഷനായിരുന്ന കാലത്താണ് ഏറ്റവും കൂടുതൽ സംഘർഷം കണ്ണൂരിൽ ഉണ്ടായത്. സുധാകരൻ ആരെയും വകവയ്ക്കാറില്ല. സാക്ഷാൽ ലീഡർ കരുണാകരനെ പോലും വകവയ്ക്കാറില്ല. കോൺഗ്രസിന് സുധാകരൻ്റെതായ ഒരു രീതിയുണ്ട്. കണ്ണൂരിൽ സുധാകരന് ആരാധകർ ഒരുപാടുണ്ടായതും അങ്ങനെ. പിന്നീട് സുധാകരന്റെ ശക്തി ക്ഷയിക്കുന്ന കാഴ്ചകളുണ്ട്. സുധാകരന്റെ കൂടെയുള്ള എന്തിനും പോന്ന ചെറുപ്പക്കാരെയൊക്കെ CPM കൈകാര്യം ചെയ്തപ്പോൾ തിരിച്ചടിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു സുധാകരൻ. രാഷ്ട്രീയ വനവാസത്തിലേക്ക് സുധാകരനെ നയിക്കാൻ പലപ്പോഴും തൻ്റെ പാർട്ടിയിലെ തന്നെ എതിരാളികൾ ശ്രമിച്ചു. കോൺഗ്രസിലെ തന്നെ എതിരാളികൾ ശ്രമിച്ചു. പക്ഷേ ഓരോ തവണ ഒതുക്കപ്പെടുമ്പോഴും, ഓരോ തവണ ചവിട്ടുമ്പോഴും ഇരട്ടി ശക്തിയോടെ തിരിച്ചു വരുന്ന സുധാകരനെ കോൺഗ്രസുകാർ കണ്ടു. സുധാകരൻ അവർക്ക് ആവേശത്തിന്റെ പര്യായമായി മാറി. കോൺഗ്രസിനെ രക്ഷിക്കാനാണ് KPCC അധ്യക്ഷനാക്കിയത് അദ്ദേഹത്തെ. പക്ഷേ അദ്ദേഹം കോൺഗ്രസിനെ തകർത്തിട്ടാണ് പടിയിറങ്ങി പോകുന്നത്. ആദ്യം മുതൽ തന്നെ സുധാകരനും സതീശനും തമ്മിലുള്ള ഈഗോ ക്ലാഷ് തുടങ്ങിക്കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും ഒരുമിച്ചൊരു വാർത്താ സമ്മേളനം നടത്താൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് വൈരാഗ്യം വളർന്നു. ഈ സാഹചര്യത്തിലാണ് സുധാകരനെ ചവിട്ടി പുറത്താക്കാൻ സുനിൽ കനകൂലുവിന്റെ നേതൃത്വം തീരുമാനിച്ചത്.
സുനിൽ കനകുലു കേരളത്തിൽ വന്നു, കേരളത്തിന്റെ കാര്യങ്ങൾ പഠിച്ചു. സുധാകരൻ സമ്പൂർണ്ണ പരാജയമാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു. KPCC അധ്യക്ഷനായിരിക്കെ പല വിവാദങ്ങളിലും സുധാകരൻ പെട്ടു. അതിനു മുമ്പ് മോൺസൺ മാവുങ്കലും ആയി ബന്ധപ്പെട്ട കേസിൽ സുധാകരൻ ആപ്പിലായിരുന്നു. KPCC അധ്യക്ഷനായി വന്നപ്പോഴാണ് പിണറായിയും സുധാകരനും തമ്മിൽ തലശ്ശേരി ബ്രണ്ണൻ കോളേജ് വിവാദമുണ്ടായത്. പിണറായിയെ തല്ലിയെന്ന് സുധാകരൻ, സുധാകരനെ തല്ലിയെന്ന് പിണറായി. ഇരുവരും തമ്മിലുള്ള വാക്പോര് മാധ്യമങ്ങൾ ആഘോഷമാക്കി മാറ്റി. താനൊരു ഹീറോയാണെന്ന ഇമേജ് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഉണ്ടാക്കാൻ സുധാകരൻ എപ്പോഴും ശ്രമിച്ചിരുന്നു. ആ ഇമേജിന് കോട്ടം വരുത്തുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനവും സുധാകരൻ ചെയ്യില്ല. കൂടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരെ സംരക്ഷിച്ചു നിർത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പക്ഷേ കണ്ണൂരിലെ സ്ഥിതിഗതികൾ ആകെ മാറി. കണ്ണൂരിൽ സുധാകരന് പകരം പുതിയ നേതാക്കൾ വന്നു. എന്നിട്ടും കണ്ണൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുധാകരൻ ജയിച്ചു കയറി MV ജയരാജനെ തോൽപ്പിച്ചു. അതിന് കാരണം ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ട്രെൻഡാണ്, സുധാകരന്റെ മികവല്ല. സുധാകരന് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറാൻ താല്പര്യമില്ല. പക്ഷേ സുധാകരനെ മാറ്റിയേ പറ്റൂ എന്ന് എല്ലാ കോൺഗ്രസ് നേതാക്കളും, ഗ്രൂപ്പ് വൈരം മറന്ന എല്ലാ കോൺഗ്രസ് നേതാക്കളും പറയും. ഈ സാഹചര്യത്തിലാണ് സുധാകരനെ കൊണ്ട് കോൺഗ്രസിനെ നയിക്കാൻ കഴിയില്ലെന്നും സുധാകരനെ വെച്ചുകൊണ്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ വൻ പരാജയമാകുമെന്നും ഹൈക്കമാൻഡ് തിരിച്ചറിഞ്ഞു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഉടൻ നടക്കും. ഒരു വർഷം കഴിഞ്ഞാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. അപ്പോൾ സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് ഇരുത്തിയിരുന്നാൽ കോൺഗ്രസ്സുകാർ തമ്മിൽ തല്ലി യാദവ കുലം പോലെ നശിച്ചു പോകും. അതുകൊണ്ടാണ് ഹൈക്കമാൻഡ് ബുദ്ധിപൂർവമായ ഒരു തീരുമാനം എടുത്തത്. സുധാകരന്റെ യുഗം തീരുകയാണ് കോൺഗ്രസിൽ. കുംഭക്കുടി സുധാകരന്റെ യുഗം, എന്നും വിവാദ പുരുഷനായ സുധാകരന്റെ യുഗം. സുധാകരന്റെ കൂടെ നിന്നവർ തന്നെ അദ്ദേഹവുമായി പിണങ്ങിപ്പോയപ്പോൾ അദ്ദേഹത്തിന്റെ അഴിമതി കഥകൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. പാർട്ടി ഓഫീസ് നിർമ്മിച്ചതിൽ അഴിമതി, സ്കൂൾ കെട്ടിടം നവീകരിച്ചതിൽ അഴിമതി, ഇങ്ങനെ പല വിധത്തിലുള്ള അഴിമതി കഥകൾ അദ്ദേഹത്തിന്റെ കൂടെ നിന്നവർ അദ്ദേഹവുമായി തെറ്റിയപ്പോൾ പറഞ്ഞു വരുത്തി. അതിലൊന്നും അദ്ദേഹം കുരുങ്ങിയില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ തന്നിഷ്ടപ്രകാരമുള്ള രീതി, അദ്ദേഹത്തിന്റെ ചില പ്രസ്താവനകൾ, അതൊക്കെ എക്കാലവും കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കി മാറ്റി. ഏറ്റവും ഒടുവിൽ വയനാട് DCC ട്രഷറർ ആത്മഹത്യ ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തെ സുധാകരൻ തള്ളിപ്പറഞ്ഞത് തിരിച്ചടിയായി മാറി. അദ്ദേഹത്തിന്റെ ആത്മഹത്യയിൽ സുധാകരന് പങ്കുണ്ടെന്ന് കുടുംബാംഗങ്ങൾ ആരോപിക്കുകയും കുടുംബാംഗങ്ങളെ ഇദ്ദേഹം അധിക്ഷേപിക്കുകയും ചെയ്തു. മാത്രമല്ല, സുധാകരനെ ചോദ്യം ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്, ആ പ്രശ്നത്തിൽ ചോദ്യം ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് കേരള പോലീസിലെ പ്രത്യേക അന്വേഷണ സംഘം. അതുകൊണ്ട് തന്നെ സുധാകരൻ ഇനി തുടർന്നു കഴിഞ്ഞാൽ രക്ഷയില്ല, കോൺഗ്രസ് നശിക്കും എന്ന തിരിച്ചറിവ് ഹൈക്കമാൻഡിന് ഉണ്ടായിരിക്കുന്നു. അങ്ങനെ കുംഭക്കുടി സുധാകരന്റെ യുഗം അവസാനിക്കുകയാണ് കോൺഗ്രസിൽ.